കാസർഗോഡ് കളക്ടറേറ്റിലെ യുഡി ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത്. വിശദമായ അന്വേഷണം നടത്തണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ജോലിസ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യമുള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഭരണമാറ്റത്തോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശാലതയ്ക്ക് തോന്നിയിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിലെ യുഡി ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. ജോലിസ്ഥലത്ത് ആശാലത ഒറ്റപ്പെട്ട സാഹചര്യം ഉള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് ഭർത്താവ് അജയൻ പറയുന്നു. പ്രയാസമാണെങ്കിൽ ജോലി രാജിവെക്കാൻ താൻ ആവശ്യപ്പെട്ടതായും അജയൻ കൂട്ടിച്ചേർത്തു. ഭരണമാറ്റമുണ്ടായതോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശയ്ക്ക് തോന്നിയിരുന്നുവെന്ന് ബന്ധുക്കളും വ്യക്തമാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന ആളാണ് ആശാലത. ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് വിശ്വസിക്കുവാനാകുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആള് അത്ര പെട്ടെന്നുള്ള ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ മെയിൻ മുമ്പിൽ നിൽക്കുന്ന ഒരു ആളായിരുന്നു. ചെറിയൊരു കാര്യത്തിൽ പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കുറച്ചായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. മെയിൻ സ്ഥലമാറ്റം കിട്ടിയതിലാണ് മെയിൻ പ്രശ്നം ഉണ്ടായത്. അതാണ് നമ്മളോട് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. തലേദിവസം ഓഫീസിലൊക്കെ അവിടെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഫോൺ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അപ്പൊ അത് നോക്കിയിട്ട് അവര് പറയാന്നാണ് പറഞ്ഞത്. ഇപ്പൊ നാട്ടിലൊക്കെയാണെങ്കിലും ഓഫീസിലായെങ്കിലും അവർ യൂണിയനിലായെങ്കിലും മെയിൻ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥലം മാറ്റുന്നത് പറയുമ്പോൾ തന്നെ, അതായത് ഭരണം മാറിയിട്ടായിട്ട് തന്നെ പറഞ്ഞിരുന്നു. കുറച്ചാളെ നമ്മള് നോട്ടബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ എടുത്തിട്ട് മാറ്റെന്ന് പറയാൻ കഴിയാന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുന്നുള്ള ഇതാണ്. അവരെ മുംബൈയിലെ സ്റ്റാഫുകളിലൊന്നും നല്ല ഒന്നിച്ചിട്ടില്ല. നമ്മൾ സ്റ്റാറ്റസ് എല്ലാം കാണലുണ്ട്. നല്ല തിരുവാതിര ആയാലും ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ ഓണത്തിന്റെ സമയമായില്ലേ, അപ്പൊ അതിനുകൊണ്ട് മുമ്പേ ഓണത്തിന് ഭക്ഷണം കാര്യങ്ങളല്ലേ ഇവർ കളക്ടറേറ്റിലേക്ക് കൊണ്ട് വെച്ച് കൊണ്ടു കൊടുക്കില്ലേ. അപ്പൊ ഒറ്റപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഇവളെ ഏറ്റെടുക്കും. ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുവരും. പോലീസ് ഒന്ന് അന്വേഷിക്കണം. കളക്ടറേറ്റ് പോയി ചെയ്തതിനെ കൊണ്ടാണ് അന്വേഷിക്കാൻ വേണ്ടിട്ട്. അവൾക്ക് മരിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോവായിരുന്നില്ല. അവിടെ പോയി ചെയ്തതിനെ കൊണ്ട് ഒന്ന് അന്വേഷിക്കണം, വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്നാണ് പോലീസ്. ഇതിനിടെ ആശാലതയുടെ മരണത്തിലെ ദുരൂഹത അകറ്റാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ADM-നാണ് അന്വേഷണ ചുമതല. ഓഗസ്റ്റ് 7 രാവിലെ 10 മണിയോടെയാണ് ആശാലത ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി കഴിക്കുന്നത്. കളക്ടറേറ്റ് കോമ്പൗണ്ടിനകത്ത് കാറിലിരുന്നായിരുന്നു എലിവിഷം കഴിച്ചത്. പിന്നീട് കാറോടിച്ച് ആശുപത്രിയിലെത്തി ഡോക്ടർമാരോട് വിവരം പറയുകയായിരുന്നു. എന്നാൽ നില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് ആശാലത മരണപ്പെട്ടത്. എലിവിഷം കഴിച്ചത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നായിരുന്നു ഇവരുടെ മരണമൊഴി. വീട്ടിലും ഓഫീസിലും ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നലുണ്ടായതായും മൊഴിയിലുണ്ട്. ആർക്കെതിരെയും പരാതിയില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ തീരുമാനിച്ച് ചെയ്തതാണെന്നും ആശാലത മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.